ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറിയിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഇംഗ്ലീഷ് സെൻറ്റൻസസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത്. ആ സെൻറ്റൻസസ് 1 by 1 ആയിട്ട് നമുക്ക് പരിചയപ്പെടാം. അവൾ വേഗം തൻ്റെ ജോലി പൂർത്തിയാക്കി. ഷീ ഫിനിഷ്ഡ് ഹെർ വർക്ക് ക്വിക്ക്ലി. പൂർത്തിയാക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഫിനിഷ്. പൂർത്തിയാക്കി, ഫിനിഷ്ഡ്. ജോലി, വർക്ക്. പെട്ടെന്ന് അല്ലെങ്കിൽ വേഗത്തിൽ, ക്വിക്ക്ലി. ഷീ ഫിനിഷ്ഡ് ഹെർ വർക്ക് ക്വിക്ക്ലി. അവൾ വേഗം തന്നെ ജോലി പൂർത്തിയാക്കി. നിങ്ങൾ പെട്ടെന്ന് ഭക്ഷണം കഴിക്കേണ്ടതില്ല. ഇതൊരു മത്സരമല്ല. യു ഡോണ്ട് നീഡ് ടു ഈറ്റ് സോ ക്വിക്ക്ലി. ഇറ്റ്സ് നോട്ട് എ കോമ്പറ്റീഷൻ. പെട്ടെന്ന് എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ക്വിക്ക്ലി. കഴിക്കുക, ഈറ്റ്. മത്സരം, കോമ്പറ്റീഷൻ. യു ഡോണ്ട് നീഡ് ടു ഈറ്റ് സോ ക്വിക്ക്ലി. ഇറ്റ്സ് നോട്ട് എ കോമ്പറ്റീഷൻ. നിങ്ങൾ പെട്ടെന്ന് ഭക്ഷണം കഴിക്കേണ്ടതില്ല. ഇതൊരു മത്സരമല്ല. അവൾ പറയുന്നത് സത്യമല്ലെന്ന് അയാൾക്ക് പെട്ടെന്ന് മനസ്സിലായി. He quickly realized that she wasn't telling the truth. പറയുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ടെൽ. സത്യം, ട്രൂത്ത്. പെട്ടെന്ന്, ക്വിക്ക്ലി. മനസ്സിലാകുക, റിയലൈസ്. He quickly realized that she wasn't telling the truth. അവൾ പറയുന്നത് സത്യമല്ലെന്ന് അയാൾക്ക് പെട്ടെന്ന് മനസ്സിലായി. പ്രശ്നം എത്രയും വേഗം പരിഹരിക്കേണ്ടതുണ്ട്. The problem needs to be solved as quickly as possible. പ്രശ്നം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് പ്രോബ്ലം. പരിഹരിക്കുക, സോൾവ്. എത്രയും പെട്ടെന്ന്, ആസ് ക്വിക്ക്ലി ആസ് പോസിബിൾ. ദ പ്രോബ്ലം നീഡ്സ് ടു ബി സോൾവ്ഡ് ആസ് ക്വിക്ക്ലി ആസ് പോസിബിൾ. പ്രശ്നം എത്രയും വേഗം പരിഹരിക്കേണ്ടതുണ്ട്. ഉടൻ തന്നെ പോലീസ് പ്രദേശം അടച്ചു. ദ പോലീസ് ക്വിക്ക്ലി ക്ലോസ്ഡ് ഓഫ് ദ ഏരിയ. ഉടൻ തന്നെ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ക്വിക്ക്ലി. അടയ്ക്കുക, ക്ലോസ്. പ്രദേശം, ഏരിയ. The police quickly closed off the area. ഉടൻ തന്നെ പോലീസ് പ്രദേശം അടച്ചു. അവൻ മെല്ലെ വാതിലിനടുത്തേക്ക് നടന്നു. He walked slowly towards the door. മെല്ലെ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് സ്ലോലി. അടുത്തേക്ക്, towards. വാതിൽ, ഡോർ. നടക്കുക, walk. He walked slowly towards the door. അവൻ മെല്ലെ വാതിലിനടുത്തേക്ക് നടന്നു. ദയവായി കുറച്ചുകൂടി പതുക്കെ സംസാരിക്കാമോ? Could you please speak more slowly? ദയവായി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് പ്ലീസ്. സംസാരിക്കുക, സ്പീക്ക്. പതുക്കെ, സ്ലോലി. കുറച്ചുകൂടി പതുക്കെ, മോർ സ്ലോലി. Could you please speak more slowly? ദയവായി കുറച്ചുകൂടി പതുക്കെ സംസാരിക്കാമോ? ഞാൻ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് മെല്ലെ വാതിലിലേക്ക് നടന്നു. I got out of bed and walked slowly to the door. കട്ടിൽ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ബെഡ്. കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ്, ഗോട്ട് ഔട്ട് ഓഫ് ബെഡ്. മെല്ലെ, സ്ലോലി. നടക്കുക, വാക്ക്. വാതിലിലേക്ക്, ടു ദ ഡോർ. ഐ ഗോട്ട് ഔട്ട് ഓഫ് ബെഡ് ആൻഡ് വാക്ക് സ്ലോലി ടു ദ ഡോർ. ഞാൻ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് മെല്ലെ വാതിലിലേക്ക് നടന്നു. അവർ കാട്ടിലൂടെ പതുക്കെ നടന്നു. ദേ വാക്ക് സ്ലോലി ത്രൂ ദ വുഡ്സ്. നടക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് വാക്ക്. പതുക്കെ, സ്ലോലി. കാട്ടിലൂടെ, ത്രൂ ദ വുഡ്സ്. ദേ വാക്ക്ഡ് സ്ലോലി ത്രൂ ദ വുഡ്സ്. അവർ കാട്ടിലൂടെ പതുക്കെ നടന്നു. അവളുടെ ആരോഗ്യനില മെല്ലെ മെച്ചപ്പെടുന്നതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. ദ ഹോസ്പിറ്റൽ സേസ് ഹെർ കണ്ടീഷൻ ഈസ് ഇംപ്രൂവിംഗ് സ്ലോലി. പറയുക, അറിയിക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് സേ. ആരോഗ്യനില, കണ്ടീഷൻ. മെച്ചപ്പെടുക, ഇംപ്രൂവ്. മെല്ലെ, സ്ലോലി. The hospital says her condition is improving slowly. അവളുടെ ആരോഗ്യനില മെല്ലെ മെച്ചപ്പെടുന്നതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. പ്രസംഗകൻ സദസ്സിനോട് ഉച്ചത്തിൽ സംസാരിച്ചു. The speaker spoke loudly to the audience. പ്രസംഗകൻ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് സ്പീക്കർ. സംസാരിക്കുക, സ്പീക്ക്. സംസാരിച്ചു, സ്പോക്ക്. ഉച്ചത്തിൽ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ലൗഡ്ലി. സദസ്സ്, ഓഡിയൻസ്. The speaker spoke loudly to the audience. പ്രസംഗകൻ സദസ്സിനോട് ഉച്ചത്തിൽ സംസാരിച്ചു. അവൻ ജനലിൽ ഉറക്കെ മുട്ടി. He knocked loudly on the window. ജനൽ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് വിൻഡോ. ഉറക്കെ, ലൗഡ്ലി. മുട്ടുക, നോക്ക്. He knocked loudly on the window. അവൻ ജനലിൽ ഉറക്കെ മുട്ടി. അവൾ വളരെ ഉച്ചത്തിൽ സംസാരിച്ചു. She spoke very loudly. വളരെ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് വെരി. ഉച്ചത്തിൽ, ലൗഡ്ലി.
വളരെ ഉച്ചത്തിൽ, വെരി ലൗഡ്ലി. സംസാരിക്കുക, സ്പീക്ക്. സംസാരിച്ചു, സ്പോക്ക്. ഷീ സ്പോക്ക് വെരി ലൗഡ്ലി. അവൾ വളരെ ഉച്ചത്തിൽ സംസാരിച്ചു. അവൻ്റെ വയറ്റിൽ ഉച്ചത്തിൽ മുരണ്ടു. ഹിസ് സ്റ്റൊമക് ഗ്രൗൾഡ് ലൗഡ്ലി. വയറ് എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് സ്റ്റൊമക്. ഉച്ചത്തിൽ, ലൗഡ്ലി. മുരളുക, ഗ്രൗൾ. ഹിസ് സ്റ്റൊമക് ഗ്രൗൾഡ് ലൗഡ്ലി. അവൻ്റെ വയറ്റിൽ ഉച്ചത്തിൽ മുരണ്ടു. തൊഴിലില്ലായ്മയെക്കുറിച്ച് അവർ ഉറക്കെ പരാതിപ്പെടുന്നു. ദേ ലൗഡ്ലി കംപ്ലൈൻ അബൌട്ട് ദ ലാക്ക് ഓഫ് ജോബ്സ്. തൊഴിലില്ലായ്മ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ലാക്ക് ഓഫ് ജോബ്സ്. ഉറക്കെ, ലൗഡ്ലി. പരാതിപ്പെടുക, കംപ്ലൈൻ. ദേ ലൗഡ്ലി കംപ്ലൈൻ അബൌട്ട് ദ ലാക്ക് ഓഫ് ജോബ്സ്. തൊഴിലില്ലായ്മയെക്കുറിച്ച് അവർ ഉറക്കെ പരാതിപ്പെടുന്നു. അവൾ പതിയെ ശബ്ദമുണ്ടാക്കാതെ വീടിനുള്ളിലൂടെ നടന്നു. ഷീ ടിപ്പ് ടോയ്ഡ് സൈലന്റ്ലി ത്രൂ ദ ഹൗസ്. ശബ്ദമുണ്ടാക്കാതെ പാദാഗ്രമൂന്നി നടക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ടിപ്പ് ടോ. പതിയെ, സൈലന്റ്ലി. വീടിനുള്ളിലൂടെ, ത്രൂ ദ ഹൗസ്. ഷീ ടിപ്പ് ടോയ്ഡ് സൈലന്റ്ലി ത്രൂ ദ ഹൗസ്. അവൾ പതിയെ ശബ്ദമുണ്ടാക്കാതെ വീടിനുള്ളിലൂടെ നടന്നു. മറ്റു കുടുംബാംഗങ്ങൾ കോടതി മുറിയിൽ നിശബ്ദരായി ഇരുന്നു. അതർ ഫാമിലി മെമ്പേഴ്സ് സാറ്റ് സൈലന്റ്ലി ഇൻ ദ കോർട്ട് റൂം. കുടുംബാംഗങ്ങൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഫാമിലി മെമ്പേഴ്സ്. മറ്റു കുടുംബാംഗങ്ങൾ, അതർ ഫാമിലി മെമ്പേഴ്സ്. കോടതി മുറി, കോർട്ട് റൂം. നിശബ്ദരായി, സൈലന്റ്ലി. ഇരിക്കുക, സിറ്റ്. ഇരുന്നു, സാറ്റ്. അതർ ഫാമിലി മെമ്പേഴ്സ് സാറ്റ് സൈലന്റ്ലി ഇൻ ദ കോർട്ട് റൂം. മറ്റു കുടുംബാംഗങ്ങൾ കോടതി മുറിയിൽ നിശബ്ദരായി ഇരുന്നു. വന്നവരെയും പോകുന്നവരെയും ഒന്നും മിണ്ടാതെ അവർ നോക്കി നിന്നു. സൈലന്റ്ലി ദേ വാച്ച്ഡ് ഹൂ കെയിം ആൻഡ് വെന്റ്. വരിക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് കം. വന്നു, കെയിം. പോകുക, ഗോ. പോയി, വെന്റ്. ഒന്നും മിണ്ടാതെ, സൈലന്റ്ലി. നോക്കുക, വാച്ച്. സൈലന്റ്ലി ദേ വാച്ച്ഡ് ഹൂ കെയിം ആൻഡ് വെന്റ്. വന്നവരെയും പോകുന്നവരെയും ഒന്നും മിണ്ടാതെ അവർ നോക്കി നിന്നു. പ്രകടമാകുന്നതിനു മുമ്പ് 20-30 വർഷത്തേക്ക് രോഗം നിശ്ചലമായിരിക്കാം, അല്ലെങ്കിൽ നിശബ്ദമായി വികസിക്കാമെന്ന് അവർ ഊന്നിപ്പറയുന്നു. They declare that the disease may be dormant or develop silently for 20 or 30 years before manifesting. പ്രകടമാകുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് മാനിഫെസ്റ്റ്. 20-30 വർഷത്തേക്ക്, for 20 or 30 years. രോഗം, ഡിസീസ്. നിശ്ചലമായിരിക്കുക, ഡോർമെന്റ്. നിശബ്ദമായി, സൈലന്റ്ലി. വികസിക്കുക, ഡെവലപ്പ്. നിശബ്ദമായി വികസിക്കുക, ഡെവലപ്പ് സൈലന്റ്ലി. ഊന്നി പറയുക, ഡിക്ലെയർ. ദേ ഡിക്ലെയർ ദാറ്റ് ദ ഡിസീസ് മേ ബി ഡോർമെന്റ് ഓർ ഡെവലപ്പ് സൈലന്റ്ലി ഫോർ 20 or 30 years ബിഫോർ മാനിഫെസ്റ്റിംഗ്. പ്രകടമാകുന്നതിന് മുമ്പ് 20-30 വർഷത്തേക്ക് രോഗം നിശ്ചലമായിരിക്കാം, അല്ലെങ്കിൽ നിശബ്ദമായി വികസിക്കാമെന്ന് അവർ ഊന്നിപ്പറയുന്നു. ഞങ്ങളെല്ലാവരും ഒന്നും മിണ്ടാതെ ഭക്ഷണം കഴിച്ചു. വി ഓൾ എയ്റ്റ് സൈലന്റ്ലി. ഭക്ഷണം കഴിക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഈറ്റ്. ഭക്ഷണം കഴിച്ചു, എയ്റ്റ്. ഒന്നും മിണ്ടാതെ, സൈലന്റ്ലി. വി ഓൾ എയ്റ്റ് സൈലന്റ്ലി. ഞങ്ങളെല്ലാവരും ഒന്നും മിണ്ടാതെ ഭക്ഷണം കഴിച്ചു. താനാണ് മുഴുവൻ കള്ളക്കഥയും ഉണ്ടാക്കിയതെന്ന് അദ്ദേഹം ലജ്ജയോടെ സമ്മതിച്ചു. He shamefacedly confessed that he had invented the whole story. കള്ളക്കഥ ഉണ്ടാക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഇൻവെന്റ്. ലജ്ജയോടെ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഷെയിംഫേസ്ലി. സമ്മതിക്കുക, കൺഫസ്. സമ്മതിച്ചു, കൺഫസ്ഡ്. He shamefacedly confessed that he had invented the whole story. താനാണ് മുഴുവൻ കള്ളക്കഥ ഉണ്ടാക്കിയതെന്ന് അദ്ദേഹം ലജ്ജയോടെ സമ്മതിച്ചു. അവൻ ഗ്ലാസ് കൈകൾക്കിടയിൽ പിടിച്ച് നാണം കെട്ട് അതിലേക്ക് നോക്കി. He held the glass between his hands, staring shamefacedly down at it. പിടിക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഹോൾഡ്. പിടിച്ചു, ഹെൽഡ്. കൈകൾക്കിടയിൽ, ബിറ്റ്വീൻ ഹിസ് ഹാൻഡ്സ്. നോക്കുക, സ്റ്റെയർ. നാണം കെട്ട്, ഷെയിംഫേസ്ലി. He held the glass between his hands, staring shamefacedly down at it. അവൻ ഗ്ലാസ് കൈകൾക്കിടയിൽ പിടിച്ച് നാണം കെട്ട് അതിലേക്ക് നോക്കി. അവൻ നാണത്തോടെ ചിരിച്ചു. He smiled shamefacedly. നാണത്തോടെ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഷെയിംഫേസ്ലി. ചിരിക്കുക, സ്മൈൽ. ചിരിച്ചു, സ്മൈൽഡ്. He smiled shamefacedly. അവൻ നാണത്തോടെ ചിരിച്ചു. അവൻ വാതിലുകളുടെ പൂട്ട് തുറന്ന് അവരെ ലജ്ജാകരമായി നോക്കി. He unlocked the doors and watched them shamefacedly. വാതിലുകൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഡോസ്.
വാതിലുകളുടെ പൂട്ട് തുറന്ന്, അൺലോക്ക് ദ ഡോർസ്. പൂട്ട് തുറക്കുക, അൺലോക്ക്. നോക്കുക, വാച്ച്. ലജ്ജാകരമായി, ഷെയിംഫേസ്ഡ്ലി. ഹി അൺലോക്ക് ദ ഡോർസ് ആൻഡ് വാച്ച് ദം ഷെയിംഫേസ്ഡ്ലി. അവൻ വാതിലുകളുടെ പൂട്ട് തുറന്ന് അവരെ ലജ്ജാകരമായി നോക്കി. തൻ്റെ അറസ്റ്റ് വാർത്തയിൽ സംപ്രേഷണം ചെയ്തതിനു ശേഷം പിതാവ് ലജ്ജയോടെ തൻ്റെ കുടുംബത്തോട് അദ്ദേഹത്തിനെതിരെ വഞ്ചനാകുറ്റം ചുമത്തിയതായി സമ്മതിച്ചു. After his arrest was broadcast on the news, the father shamefacedly admitted to his family that he had been charged with embezzlement. വാർത്ത എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ന്യൂസ്. സംപ്രേഷണം ചെയ്യുക, ബ്രോഡ്കാസ്റ്റ്. ശേഷം, ആഫ്റ്റർ. പിതാവ്, ഫാദർ. ലജ്ജയോടെ, ഷെയിംഫേസ്ഡ്ലി. കുടുംബം, ഫാമിലി. വഞ്ചനാകുറ്റം, ഇംബെസിൽമെൻറ്റ്. ചുമത്തുക, ചാർജ്. സമ്മതിക്കുക, അഡ്മിറ്റ്. സമ്മതിച്ചു, അഡ്മിറ്റഡ്. After his arrest was broadcast on the news, the father shamefacedly admitted to his family that he had been charged with embezzlement. തൻ്റെ അറസ്റ്റ് വാർത്തയിൽ സംപ്രേഷണം ചെയ്തതിന് ശേഷം പിതാവ് ലജ്ജയോടെ തൻ്റെ കുടുംബത്തോട് അദ്ദേഹത്തിനെതിരെ വഞ്ചനാകുറ്റം ചുമത്തിയതായി സമ്മതിച്ചു. പതിറ്റാണ്ടുകളായി ഡയറ്റ് പുസ്തകങ്ങൾ വൻതോതിൽ വിറ്റഴിക്കപ്പെടുന്നു. ഡയറ്റ് ബുക്സ് ഹാവ് ബീൻ സെല്ലിംഗ് briskly for decades. പതിറ്റാണ്ടുകളായി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഡിക്കേഡ്സ്. ഡയറ്റ് പുസ്തകങ്ങൾ, ഡയറ്റ് ബുക്സ്. വൻതോതിൽ അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ബ്രിസ്ക്ലി. വിറ്റഴിക്കുക, സെൽ. ഡയറ്റ് ബുക്സ് ഹാവ് ബീൻ സെല്ലിംഗ് ബ്രിസ്ക്ലി ഫോർ ഡിക്കേഡ്സ്. പതിറ്റാണ്ടുകളായി ഡയറ്റ് പുസ്തകങ്ങൾ വൻതോതിൽ വിറ്റഴിക്കപ്പെടുന്നു. ഞങ്ങൾ പാർക്കിലൂടെ വളരെ വേഗത്തിൽ നടന്നു. വി വാക്ക്ഡ് ബ്രിസ്ക്ലി ത്രൂ ദ പാർക്ക്. പാർക്കിലൂടെ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ത്രൂ ദ പാർക്ക്. നടക്കുക, വാക്ക്. വളരെ വേഗത്തിൽ, ബ്രിസ്ക്ലി. വി വാക്ക്ഡ് ബ്രിസ്ക്ലി ത്രൂ ദ പാർക്ക്. ഞങ്ങൾ പാർക്കിലൂടെ വളരെ വേഗത്തിൽ നടന്നു. ജീവിതത്തിലെ പലവിധ പ്രതിബന്ധങ്ങളെ തരണം ചെയ്തും കഠിനമായി പഠിച്ചുമാണ് ഞങ്ങൾ ഇന്നത്തെ നിലയിലെത്തിയത്. വി റീച്ച്ഡ് വെയർ വി ആർ ടുഡേ ബൈ ഓവർകമ്മിങ് വേരിയസ് ഹേർഡിൽസ് ഇൻ ലൈഫ് ആൻഡ് സ്റ്റഡിങ് ഹാർഡ്. ജീവിതം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ലൈഫ്. പ്രതിബന്ധങ്ങൾ അല്ലെങ്കിൽ തടസ്സങ്ങൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഹേർഡിൽസ്. പലവിധ പ്രതിബന്ധങ്ങൾ, വേരിയസ് ഹേർഡിൽസ്. തരണം ചെയ്യുക, ഓവർകം. പഠിക്കുക, സ്റ്റഡി. കഠിനമായി പഠിക്കുക, സ്റ്റഡിങ് ഹാർഡ്. എത്തുക, റീച്ച്. വി റീച്ച്ഡ് വെയർ വി ആർ ടുഡേ ബൈ ഓവർകമ്മിങ് വേരിയസ് ഹേർഡിൽസ് ഇൻ ലൈഫ് ആൻഡ് സ്റ്റഡിങ് ഹാർഡ്. ജീവിതത്തിലെ പലവിധ പ്രതിബന്ധങ്ങളെ തരണം ചെയ്തും കഠിനമായി പഠിച്ചുമാണ് ഞങ്ങൾ ഇന്നത്തെ നിലയിലെത്തിയത്. സാമൂഹിക നീതിക്ക് വേണ്ടിയിട്ടുള്ള അവളുടെ അശ്രാന്ത പരിശ്രമം ആളുകളുടെ ജീവിതത്തിൽ നല്ല സ്വാധീനം ചെലുത്തി. ഹെർ റിലൻലെസ് പർസ്യൂട്ട് ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ക്രിയേറ്റഡ് എ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഓൺ പീപ്പിൾസ് ലൈഫ്സ്. സാമൂഹികമായ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സോഷ്യൽ. നീതി, ജസ്റ്റിസ്. സാമൂഹിക നീതി, സോഷ്യൽ ജസ്റ്റിസ്. അശ്രാന്തമായ അല്ലെങ്കിൽ മുടക്കമില്ലാതെ അല്ലെങ്കിൽ ശമനമില്ലാതെ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് റിലൻലെസ്. പരിശ്രമം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് പർസ്യൂട്ട്. അശ്രാന്ത പരിശ്രമം, റിലൻലെസ് പർസ്യൂട്ട്. ആളുകളുടെ ജീവിതത്തിൽ, പീപ്പിൾസ് ലൈഫ്സ്. സ്വാധീനം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഇമ്പാക്റ്റ്. നല്ല സ്വാധീനം, പോസിറ്റീവ് ഇമ്പാക്റ്റ്. ഹെർ റിലൻലെസ് പർസ്യൂട്ട് ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ക്രിയേറ്റഡ് എ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഓൺ പീപ്പിൾസ് ലൈഫ്സ്. സാമൂഹിക നീതിക്ക് വേണ്ടിയിട്ടുള്ള അവളുടെ അശ്രാന്ത പരിശ്രമം ആളുകളുടെ ജീവിതത്തിൽ നല്ല സ്വാധീനം ചെലുത്തി. ഈ പ്രദർശനം നമ്മുടെ കാലത്തെ ഏറ്റവും വലിയ ഷോപ്പീസ് ഇവൻറ്റുകളിൽ ഒന്നാണ്. ദിസ് എക്സിബിഷൻ ഈസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഷോപ്പീസ് ഇവൻറ്റ്സ് ഓഫ് അവർ ടൈം. പ്രദർശനം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് എക്സിബിഷൻ. വലിയ, ബിഗസ്റ്റ്. അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യത്തിൻ്റെ വളരെ നല്ല ഉദാഹരണം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഷോപ്പീസ്. ദിസ് എക്സിബിഷൻ ഈസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഷോപ്പീസ് ഇവൻറ്റ്സ് ഓഫ് അവർ ടൈം. ഈ പ്രദർശനം നമ്മുടെ കാലത്തെ ഏറ്റവും വലിയ ഷോപ്പീസ് ഇവൻറ്റുകളിൽ ഒന്നാണ്. ഇമെയിൽ, മൊബൈൽ ഫോണുകൾ, കൊറിയർ സേവനങ്ങൾ തുടങ്ങിയതോടെ ആളുകൾ തപാൽ ഓഫീസിനെ ഇഷ്ടപ്പെടുകയോ പിന്തുണയ്ക്കുകയോ ചെയ്യാതായി. വിത്ത് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ഇമെയിൽ, മൊബൈൽ ഫോൺസ് ആൻഡ് കൊറിയർ സർവീസസ്, ദ പോസ്റ്റ് ഓഫീസ് ഹാസ് ഗോൺ ഔട്ട് ഓഫ് ഫേവർ. സേവനങ്ങൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് സർവീസസ്. ആരംഭം അല്ലെങ്കിൽ തുടങ്ങൽ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഇൻട്രൊഡക്ഷൻ. ആളുകൾ, പീപ്പിൾ. തപാൽ ഓഫീസ്, പോസ്റ്റ് ഓഫീസ്. ഇഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ പിന്തുണയ്ക്കുകയോ ചെയ്യാതാകുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഔട്ട് ഓഫ് ഫേവർ. വിത്ത് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ഇമെയിൽ, മൊബൈൽ ഫോൺസ് ആൻഡ് കൊറിയർ സർവീസസ്,
The post office has gone out of favor. ഇമെയിൽ, മൊബൈൽ ഫോണുകൾ, കൊറിയർ സേവനങ്ങൾ തുടങ്ങിയതോടെ ആളുകൾ തപാൽ ഓഫീസിനെ ഇഷ്ടപ്പെടുകയോ പിന്തുണയ്ക്കുകയോ ചെയ്യാതായി. സ്വതന്ത്രമായ സംസാരത്തിനും അഭിപ്രായ പ്രകടനത്തിനുമുള്ള പൗരന്മാരുടെ അവകാശങ്ങളെ തടസ്സപ്പെടുത്തുന്ന വിശാലമായ അധികാരങ്ങളാണവ. These are broad powers that impede citizens' rights to free speech and expression. സ്വതന്ത്രമായ സംസാരം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഫ്രീ സ്പീച്ച്. അഭിപ്രായ പ്രകടനം, എക്സ്പ്രഷൻ. പൗരന്മാർ, സിറ്റിസൺസ്. അവകാശങ്ങൾ, റൈറ്റ്സ്. തടസ്സപ്പെടുത്തുക, ഇംപീഡ്. വിശാലമായ അധികാരങ്ങൾ, ബ്രോഡ് പവേഴ്സ്. These are broad powers that impede citizens' rights to free speech and expression. സ്വതന്ത്രമായ സംസാരത്തിനും അഭിപ്രായ പ്രകടനത്തിനുമുള്ള പൗരന്മാരുടെ അവകാശങ്ങളെ തടസ്സപ്പെടുത്തുന്ന വിശാലമായ അധികാരങ്ങളാണവ. ഇവരുടെ മൊബൈൽ ഫോണുകളും ഇവർ ഉപയോഗിച്ചിരുന്ന വാഹനവും പോലീസ് പിടിച്ചെടുത്തു. The police confiscated their mobile phones and the vehicle they were using. ഉപയോഗിക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് യൂസ്. പിടിച്ചെടുക്കുക, കോൺഫിസ്കേറ്റ്. The police confiscated their mobile phones and the vehicle they were using. ഇവരുടെ മൊബൈൽ ഫോണുകളും ഇവർ ഉപയോഗിച്ചിരുന്ന വാഹനവും പോലീസ് പിടിച്ചെടുത്തു. വിദ്യാർത്ഥി സംഘടനകൾ തമ്മിലുള്ള സംഘർഷത്തെ തുടർന്നാണ് കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചത്. The college was closed indefinitely due to conflict between student organizations. വിദ്യാർത്ഥി സംഘടനകൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് സ്റ്റുഡൻറ് ഓർഗനൈസേഷൻസ്. സംഘർഷം, കോൺഫ്ലിക്റ്റ്. അടയ്ക്കുക, ക്ലോസ്. അനിശ്ചിതകാലത്തേക്ക്, ഇൻഡെഫിനിറ്റ്ലി. The college was closed indefinitely due to conflict between student organizations. വിദ്യാർത്ഥി സംഘടനകൾ തമ്മിലുള്ള സംഘർഷത്തെ തുടർന്നാണ് കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചത്. ഓഫീസ് പരിസരത്ത് കുറച്ച് ദിവസത്തേക്ക് പോലീസ് സാന്നിധ്യമുണ്ടാകും. There will be a police presence on the office premises for a few days. ഓഫീസ് പരിസരം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഓഫീസ് പ്രൊമൈസ്. കുറച്ച് ദിവസത്തേക്ക്, ഫോർ എ ഫ്യൂ ഡേയ്സ്. പോലീസ് സാന്നിധ്യം, പോലീസ് പ്രസൻസ്. ദർ വിൽ ബി എ പോലീസ് പ്രസൻസ് ഓൺ ദ ഓഫീസ് പ്രൊമൈസസ് ഫോർ എ ഫ്യൂ ഡേയ്സ്. ഓഫീസ് പരിസരത്ത് കുറച്ച് ദിവസത്തേക്ക് പോലീസ് സാന്നിധ്യം ഉണ്ടാകും. കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെ ഒരു ജീവനക്കാരന് മർദ്ദനമേറ്റതോടെ സ്ഥിതിഗതികൾ വഷളായി. The situation escalated as an employee was beaten in the wee hours of the last Sunday. കഴിഞ്ഞ ഞായറാഴ്ച എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ലാസ്റ്റ് സൺഡേ. പുലർച്ചെ, ഇൻ ദ വി അവേഴ്സ്. കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെ, ഇൻ ദ വി അവേഴ്സ് ഓഫ് ദ ലാസ്റ്റ് സൺഡേ. ജീവനക്കാരൻ, എംപ്ലോയി. മർദ്ദിക്കുക, ബീറ്റ്. സ്ഥിതിഗതികൾ, സിറ്റുവേഷൻ. വഷളാകുക, എസ്കലേറ്റ്. The situation escalated as an employee was beaten in the wee hours of the last Sunday. കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെ ഒരു ജീവനക്കാരന് മർദ്ദനമേറ്റതോടെ സ്ഥിതിഗതികൾ വഷളായി. തെറ്റായ നടപടികളുമായി സഹകരിക്കാൻ വിസമ്മതിച്ചതിൻ്റെ പേരിൽ മാനസിക പീഡനത്തിന് വിധേയനായിട്ടുണ്ട്. He has been subjected to mental torture for refusing to cooperate with the wrongdoing. തെറ്റായ നടപടികൾ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് wrong doing. സഹകരിക്കുക, കോഓപ്പറേറ്റ്. വിസമ്മതിക്കുക, റെഫ്യൂസ്. മാനസിക പീഡനം, മെൻ്റൽ ടോർച്ചർ. വിധേയനാകുക, സബ്ജക്റ്റ് ടു. ഹി ഹാസ് ബീൻ സബ്ജക്റ്റ് ടു മെൻ്റൽ ടോർച്ചർ ഫോർ റിഫ്യൂസിംഗ് ടു കോഓപ്പറേറ്റ് വിത്ത് ദ റോങ് ഡൂയിങ്. തെറ്റായ നടപടികളുമായി സഹകരിക്കാൻ വിസമ്മതിച്ചതിൻ്റെ പേരിൽ മാനസിക പീഡനത്തിന് വിധേയനായിട്ടുണ്ട്. തടിമില്ലിൽ വൻ തീപിടുത്തമുണ്ടായി. എ മേജർ ഫയർ ബ്രോക്ക് ഔട്ട് അറ്റ് ദ ടിംബർ മിൽ. തടിമിൽ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ടിംബർ മിൽ. വൻ തീപിടുത്തം, മേജർ ഫയർ. എ മേജർ ഫയർ ബ്രോക്ക് ഔട്ട് അറ്റ് ദ ടിംബർ മിൽ. തടിമില്ലിൽ വൻ തീപിടുത്തമുണ്ടായി. മൊബൈൽ കേടായതിനെ തുടർന്ന് അവൻ മൊബൈൽ ഫോൺ ഉപേക്ഷിച്ചു. ഹി അബാൻഡൻഡ് ഹിസ് മൊബൈൽ ഫോൺ ഡ്യൂ ടു ദ ഡിവൈസ് മാൽഫങ്ഷനിങ്. കേടാകുക അല്ലെങ്കിൽ തകരാറിലാകുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് മാൽ ഫങ്ഷനിങ്. തുടർന്ന് അല്ലെങ്കിൽ കാരണം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഡ്യൂ ടു. ഉപേക്ഷിക്കുക, അബാൻഡൻ. He abandoned his mobile phone due to the device malfunctioning. മൊബൈൽ തകരാറിലായതിനെ തുടർന്ന് മൊബൈൽ ഫോൺ അവൻ ഉപേക്ഷിച്ചു. 2 വാഹനങ്ങൾ കത്തി നശിച്ചു. 1 മണിക്കൂറിനുള്ളിൽ തീ പൂർണ്ണമായും അണച്ചു. 2 vehicles were burned down in the fire and the flames were completely extinguished within an hour. കത്തി നശിക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ബേൺ ഡൗൺ ഇൻ ദ ഫയർ. 1 മണിക്കൂറിനുള്ളിൽ, വിതിൻ ആൻ അവർ.
തീ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഫ്ലെയിംസ്. പൂർണ്ണമായും, കംപ്ലീറ്റ്ലി. അണയ്ക്കുക, എക്സ്റ്റിങ്ക്വിഷ്. 2 vehicles were burned down in the fire and the flames were completely extinguished within an hour. 2 വാഹനങ്ങൾ കത്തിനശിച്ചു, 1 മണിക്കൂറിനുള്ളിൽ തീ പൂർണ്ണമായും അണച്ചു. കത്തുകൾ അയക്കുക, അയൽക്കാരെ അഭിവാദ്യം ചെയ്യുക എന്നിവയെല്ലാം ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാണ്. മെയിലിംഗ് ലെറ്റേഴ്സ്, ഗ്രീറ്റിംഗ് നെയ്ബേഴ്സ് ആർ ഓൾ പാർട്ട് ഓഫ് ഡെയിലി ലൈഫ്. കത്തുകൾ അയക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് മെയിൽ ലെറ്റേഴ്സ്. അഭിവാദ്യം ചെയ്യുക, ഗ്രീറ്റ്. അയൽക്കാർ, നെയ്ബേഴ്സ്. ദൈനംദിന ജീവിതം, ഡെയിലി ലൈഫ്. ഭാഗം, പാർട്ട്. മെയിലിംഗ് ലെറ്റേഴ്സ്, ഗ്രീറ്റിംഗ് നെയ്ബേഴ്സ് ആർ ഓൾ പാർട്ട് ഓഫ് ഡെയിലി ലൈഫ്. കത്തുകൾ അയക്കുക, അയൽക്കാരെ അഭിവാദ്യം ചെയ്യുക എന്നിവയെല്ലാം ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗങ്ങളാണ്. നിരവധി പ്രതിബന്ധങ്ങളെ അതിജീവിച്ച് അദ്ദേഹം ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുകയും സാമൂഹിക പുരോഗതിക്കായി പ്രവർത്തിക്കുകയും ചെയ്തു. ഓവർകമ്മിങ് ന്യൂമറസ് ഒബ്സ്റ്റക്കിൾസ്, ഹി അച്ചീവ്ഡ് എ ലോട്ട് ആൻഡ് വർക്ക് ഫോർ സൊസൈറ്റൽ ബെറ്റർമെൻറ്റ്. നിരവധി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ന്യൂമറസ്. പ്രതിബന്ധങ്ങൾ, ഒബ്സ്റ്റക്കിൾസ്. അതിജീവിക്കുക, ഓവർകം. കൈവരിക്കുക, അച്ചീവ്. പ്രവർത്തിക്കുക, വർക്ക്. സാമൂഹിക പുരോഗതി, സൊസൈറ്റൽ ബെറ്റർമെൻറ്റ്. പുരോഗതി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ബെറ്റർമെൻറ്റ്. ഓവർകമ്മിങ് ന്യൂമറസ് ഒബ്സ്റ്റക്കിൾസ്, ഹി അച്ചീവ്ഡ് എ ലോട്ട് ആൻഡ് വർക്ക് ഫോർ സൊസൈറ്റൽ ബെറ്റർമെൻറ്റ്. ഞായറാഴ്ച രാത്രി നടത്താൻ നിശ്ചയിച്ചിരുന്ന ഡോക്യുമെൻ്ററിയുടെ പ്രദർശനം അവർ തടഞ്ഞു. They blocked the screening of the documentary that was scheduled for Sunday night. ഞായറാഴ്ച രാത്രി, സൺഡേ നൈറ്റ്. നിശ്ചയിക്കുക, ഷെഡ്യൂൾ. പ്രദർശനം, സ്ക്രീനിംഗ്. തടയുക, ബ്ലോക്ക്. They blocked the screening of the documentary that was scheduled for Sunday night. ഞായറാഴ്ച രാത്രി നടത്താൻ നിശ്ചയിച്ചിരുന്ന ഡോക്യുമെൻ്ററിയുടെ പ്രദർശനം അവർ തടഞ്ഞു. കൊറിയർ സർവീസ് വഴി കൈമാറുന്ന വസ്തുക്കൾ തടയാനോ തുറക്കാനോ കണ്ടുകെട്ടാനോ അവർ ഉദ്യോഗസ്ഥരെ അനുവദിക്കുന്നു. They allow officers to intercept, open or confiscate items transmitted by courier service. കൈമാറുന്ന എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ട്രാൻസ്മിറ്റ്. വസ്തുക്കൾ, ഐറ്റംസ്. തടയുക, ഇന്റർസെപ്റ്റ്. തുറക്കുക, ഓപ്പൺ. കണ്ടുകെട്ടുക, കോൺഫിസ്കേറ്റ്. ഉദ്യോഗസ്ഥർ, ഓഫീസേഴ്സ്. അനുവദിക്കുക, അലൗ. They allow officers to intercept, open or confiscate items transmitted by courier service. കൊറിയർ സർവീസ് വഴി കൈമാറുന്ന വസ്തുക്കൾ തടയാനോ തുറക്കാനോ കണ്ടുകെട്ടാനോ അവർ ഉദ്യോഗസ്ഥരെ അനുവദിക്കുന്നു. അന്വേഷണത്തിനിടെ പോലീസിൻ്റെ ഓരോ നീക്കങ്ങളുടെയും കൃത്യമായ വിവരങ്ങൾ പ്രതിക്ക് ലഭ്യമായിരുന്നു. The accused had access to precise details of the police every move during the investigation. അന്വേഷണത്തിനിടെ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഡ്യൂറിങ് ദ ഇൻവെസ്റ്റിഗേഷൻ. പോലീസിൻ്റെ ഓരോ നീക്കങ്ങളുടെയും, പോലീസ് എവ്രി മൂവ്. കൃത്യമായ, പ്രിസൈസ്. വിവരങ്ങൾ, ഡീറ്റെയിൽസ്. കൃത്യമായ വിവരങ്ങൾ, പ്രിസൈസ് ഡീറ്റെയിൽസ്. പ്രതി, അക്യൂസ്ഡ്. The accused had access to precise details of the police every move during the investigation. അന്വേഷണത്തിനിടെ പോലീസിൻ്റെ ഓരോ നീക്കങ്ങളുടെയും കൃത്യമായ വിവരങ്ങൾ പ്രതിക്ക് ലഭ്യമായിരുന്നു. തപാൽ നൽകുന്ന സേവനങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിച്ച് അതിനെ പുനരുജ്ജീവിപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. They want to reinvigorate the postal service by widening the range of services it renders. നൽകുന്ന എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് റെൻഡർ. സേവനങ്ങൾ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സർവീസസ്. വ്യാപ്തി വർദ്ധിപ്പിക്കുക, വൈഡനിങ് ദ റേഞ്ച്. പുനരുജ്ജീവിപ്പിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് റീഇൻവിഗറേറ്റ്. ആഗ്രഹിക്കുക, വാണ്ട്. They want to reinvigorate the postal service by widening the range of services it renders. തപാൽ നൽകുന്ന സേവനങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിച്ച് അതിനെ പുനരുജ്ജീവിപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. പൊതുപരിപാടികളിൽ രാഷ്ട്രീയക്കാർക്കെതിരെ അദ്ദേഹം അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തി. He made defamatory remarks against politicians at public functions. പൊതുപരിപാടികൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് പബ്ലിക് ഫങ്ഷൻസ്. രാഷ്ട്രീയക്കാർക്കെതിരെ, അഗൈൻസ്റ്റ് പൊളിറ്റീഷ്യൻസ്. അപകീർത്തികരമായ, ഡിഫമേറ്ററി. പരാമർശങ്ങൾ, റിമാർക്സ്. നടത്തുക, മേക്ക്. He made defamatory remarks against politicians at public functions. പൊതുപരിപാടികളിൽ രാഷ്ട്രീയക്കാർക്കെതിരെ അദ്ദേഹം അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തി.
നമ്മളിതുവരെ പരിചയപ്പെട്ട ഇംഗ്ലീഷ് സെൻറ്റൻസസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഈ സെൻറ്റൻസസ് നിങ്ങളുടെ ഡെയിലി കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കുക. അങ്ങനെ നിങ്ങളുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഈസി ആക്കുക, നന്നാക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ കുറേ ഡെയിലി യൂസ് ഇംഗ്ലീഷ് സെൻറ്റൻസസ് പരിചയപ്പെടാം. അണ്ടിൽ ദെൻ ബൈ.